നമ്മുടെ കഴിഞ്ഞ വയനാട് വ്ളോഗിൻ്റെ ബാക്കിയാണിട്ടത്. നമ്മൾ റൂം എടുത്തിട്ടുള്ളത് മേപ്പാടിനെ കേട്ടോ. മേപ്പാടിനെ നമ്മളൊരു ഹോം സ്റ്റേ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഷൈനീറ്റും ഇതിന് മുമ്പ് ഇവിടെ വയനാട് വന്ന സമയത്ത് നിന്ന റൂമായിരുന്നു കേട്ടോ. നല്ല റൂമാണ്, നല്ല സൗകര്യമുള്ള, നമ്മൾ ഒരു 3-4 ഫാമിലിക്ക് വന്നാലും നിൽക്കാൻ അത്രയും സൗകര്യമുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം റൂം കാണാം. ലിവിങ് ഏരിയയിൽ തന്നെ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് ചെറിയൊരു ടേബിളും 2 ചെയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡിൽ വേണമെങ്കിലും 2 ആൾക്ക് കിടക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഹാളാണ്. ഹാൾ നല്ല വലിയ ഹാളാണ് കേട്ടോ. ഹാളിലും സോഫ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ, ചെയർ അതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 3 ബെഡ്റൂമാട്ടോ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. അതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. നമുക്ക് അടുത്ത ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂമിൽ 2 കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് കുട്ടികൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ അതാണ് അടുത്ത റൂം. ഈ റൂമിൽ 2 ഡബിൾ കോട്ട് ബെഡ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ പുറത്തേക്കൊരു ബാൽക്കണിയും കൂടെ ഉണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ്. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചണ്. നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെയാണ്. സ്റ്റൗവും ഫ്രിഡ്ജും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള ചായപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര ഇതൊക്കെ ഈ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പുറത്ത് വാഷിംഗ് മെഷീൻ ഉണ്ട്. നമ്മൾ 2-3 ദിവസമൊക്കെ നിൽക്കണമെങ്കിൽ അലക്കണമെങ്കിലൊക്കെ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല റൂമാണ്. പിന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫുഡും നമുക്ക് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡിന്നറൊക്കെ ആണെങ്കിലും അവർ അറേഞ്ച് ചെയ്ത് തരും. നമ്മളിനി എവിടെ പോകണ്ടെന്നുള്ള ചർച്ചയാണിട്ടത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ബാണാസുര ഡാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇതുപോലെ കച്ചവടക്കാരുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ നല്ല ചോക്ലേറ്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ വാങ്ങി കഴിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുപോലത്തെ നമ്മളെ നാടൻ മിഠായികളുണ്ടല്ലോ, തേൻ മിഠായി, നാരങ്ങ മിഠായി, പുളിയച്ചാറ്, ഇങ്ങനത്തെ ഒക്കെ കഴിക്കാനാട്ടോ കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതുപോലെ നാടൻ മിഠായിസൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു കുപ്പിയിലുള്ള ഈ ഒരു ഐറ്റം എന്താണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു ബാണാസുര ഡാമിൻ്റെ അകത്തേക്കുള്ള ഒരു എൻട്രി ഫീസ് വലിയവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് കേട്ടോ. അത് നമുക്ക് ഇതിനകത്തേക്കുള്ള എൻട്രി ഫീസാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര ഡാം, ഏഷ്യയിലെ 2ാമത്തേതും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാമിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ വലത്ത് ഭാഗത്ത് തന്നെ ആയിട്ട് ചെറിയൊരു കുട്ടികൾക്കുള്ള ചെറിയൊരു ഫാൻറ്റസി പാർക്ക് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാണാസുര ഡാമിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിൽ, നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം നല്ല മഴയാണെങ്കിൽ ഇന്നത്തെ ദിവസം നല്ല ചൂടാണ്. ബാണാസുര ഡാമിൻ്റെ അടുത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രാവലറിൽ നമുക്ക് പോവാം. അപ്പോൾ ട്രാവലറിലാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 15 രൂപയാണ്. അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ട്രാവലറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. നമ്മൾ നടന്ന പോണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വഴിയാട്ടോ മുകളിലേക്ക് കയറി പോണ്ടത്. ഇതിന് ചൂടുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തൊപ്പിയും കൊടയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കേട്ടോ ഏറ്റവും നല്ലത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതുപോലെ ഊഞ്ഞാലകളുണ്ട് കേട്ടോ. ഒരുപാട് ഊഞ്ഞാലകളുണ്ട്. നമുക്ക് മതിവരോളം ഊഞ്ഞാലാടാന്ന് അറിയില്ലേ, അത്രയും ഊഞ്ഞാലുണ്ട് കേട്ടോ ഇവിടെ. അത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആടാം കേട്ടോ. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ കുട്ടികൾക്ക് മാത്രം ഇത്ര വെയിറ്റ് ഉള്ളവരൊന്നും ആടാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. പ്രായഭേദ്യമന്യേ ആർക്കും ഊഞ്ഞാലാടാം. അപ്പോൾ ഊഞ്ഞാലാടാൻ ആഗ്രഹമുള്ളവരെ ഊഞ്ഞാലാടലൊക്കെ കഴിഞ്ഞ്
നമ്മളിതാ ഇനിയിപ്പോൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രസമല്ലേ വിചാരിച്ച് നമ്മളങ്ങനെ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് വേണ്ട നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു ഇനിയിപ്പോൾ 1 മണിക്ക് ലഞ്ച് ബ്രേക്കാണ്, അത് കഴിഞ്ഞ് 2 മണിക്ക് ശേഷം ബോട്ടിങ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് തിരിച്ചു പോരുക ചെയ്ത് കേട്ടോ. കാരണം വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം അവിടെ കുട്ടികളെയും കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ബോട്ടിങ് മുടങ്ങിയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സങ്കടമായിട്ട് അപ്പോൾ അവരെ സിപ്പ് ലൈന് കയറാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ ഞങ്ങളാരും പോയിട്ടില്ല കേട്ടോ. ഞാനും മീനും ഷൈനിയും കൂടി അവിടെ ഇരുന്നൊക്കെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ട്രാവലർ വന്നേക്ക് നമ്മൾ തിരിച്ച് താഴേക്ക് ട്രാവലറിനെ ഇട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി പിന്നെ തേയിലത്തോട്ടത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കേട്ടോ. നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ. പ്ലാനറ്റ് പാർക്ക് എന്നാട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പേര്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ, നല്ല അടിപൊളി ചെടികളാണ്. ഷാന് കുറച്ച് ചെടികൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷാനിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വീട് വെച്ച് മാറിയതാണ്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും. ഞാൻ പറയുമ്പോഴേ പെരുന്നാൾ പോയാൽ നിങ്ങൾ വണ്ടിയിൽ ഇട്ട് കൊണ്ടുപോകും. ഇത് എവിടെ നമ്മൾ വെക്കുക? വൈകുന്നേരം ആയപ്പോൾ തന്നെ നല്ല കോടൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാന്ന് പറഞ്ഞല്ലോ, പക്ഷെ വൈകുന്നേരം ആയപ്പോൾ നല്ല കോടൊക്കെ പൊതിഞ്ഞിട്ട് ചെറുതായിട്ട് തണുക്കണമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വയനാട് മൂന്നാറൊക്കെ ഭാഗത്തുള്ളവർക്ക് എന്ത് സുഖമല്ലേ, നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാം. നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല കാലാവസ്ഥ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോരുക കേട്ടോ. ഇനി നമ്മളെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത, ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളുള്ള നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ല വ്ളോഗോ അല്ലെങ്കിൽ റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം.